പശ്ചിമഘട്ട മലനിരയുടെ ശാന്തമായ കാടുകൾക്കിടയിൽ വിശ്വാസവും വ്രതവും സമർപ്പണവും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ദിവ്യ സ്ഥലമുണ്ട്. അതാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1260 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ശബരിമല ഒരു ക്ഷേത്രം മാത്രമല്ല, അത് ഒരു ആത്മീയ യാത്രയാണ്. പുരാണങ്ങൾ അനുസരിച്ച് മോഹിനിയായി അവതരിച്ച മഹാവിഷ്ണുവും ശിവനും ചേർന്നാണ് ധർമ്മശാസ്താവ് അഥവാ അയ്യപ്പൻ ജനിച്ചതെന്ന് വിശ്വാസമുണ്ട്. മഹിഷിയെ വധിച്ചതിന് ശേഷം അയ്യപ്പൻ ശബരിമലയിൽ തപസ്സിരുന്നതായും ഐതിഹ്യം പറയുന്നു. ശബരിമല തീർത്ഥാടനം 41 ദിവസത്തെ വ്രതത്തോടെയാണ് ആരംഭിക്കുന്നത്. ശുദ്ധമായ ജീവിതം, ബ്രഹ്മചര്യം, സമർപ്പണം ഇവയാണ് ഈ വ്രതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ഇരുമുടിക്കെട്ടുമായി ശരണം വിളിച്ച് മല കയറുന്ന അയ്യപ്പന്മാർ. എരുമേലി, പമ്പ, നീലിമല, അപ്പാച്ചിമേട് എന്നിവ അയ്യപ്പൻ്റെ തിരുവഴികളാണ്. പമ്പാ നദിയിൽ സ്നാനം ചെയ്ത് ശുദ്ധി കൈവരിച്ചാണ് ഭക്തർ ശബരിമല കയറുന്നത്. സന്നിധാനത്ത് സ്ഥിതി ചെയ്യുന്ന അയ്യപ്പൻ യോഗാവസ്ഥയിലാണ് ആരാധിക്കപ്പെടുന്നത്. മകരവിളക്ക്, മണ്ഡലകാലം, മകരസംക്രാന്തി ഈ ദിനങ്ങളിലാണ് ശബരിമലയിൽ വലിയ തിരക്ക്. ഇവിടുത്തെ ദർശനം ഒരു കാഴ്ച മാത്രമല്ല, ഒരു ആത്മീയ അനുഭവമാണ്. മകരസംക്രാന്തി രാത്രിയിൽ പൊന്നമ്പലമേട്ടിൽ കാണുന്ന മകരവിളക്ക് ശബരിമലയുടെ ആത്മീയ പ്രതീകമാണ്. ശാസ്ത്രീയ വ്യാഖ്യാനങ്ങൾ വേറെയായാലും ഭക്തിയുടെ മൂല്യത്തെ അതൊന്നും കുറച്ചിട്ടില്ല. ജാതിയും മതവും ഭാഷയും അതിരുകളാകാത്ത ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. സ്വാമിയേ ശരണമയ്യപ്പ എന്ന ഒരൊറ്റ മന്ത്രം എല്ലാവരെയും ഒന്നാക്കുന്നു. കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഈ മലകയറ്റം ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ്. വിശ്വാസവും സമർപ്പണവും ഉണ്ടെങ്കിൽ ഏത് മലയും കയറാൻ സാധിക്കും എന്ന സന്ദേശമാണ് ശബരിമല നമുക്ക് നൽകുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ.